ഹായ് ഫ്രണ്ട്സ്, കതിർക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ വേവ് മരുന്നെന്നോ കുറുക്ക് മരുന്നെന്നോ പ്രസവ രക്ഷാ മരുന്നെന്നോ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ചിലരെങ്കിലും ഇത് ആക്കിയിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു വേവ് മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയയിൽ ഓരോരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ പരമ്പരാഗതമായി ആക്കി വരുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവര് ബൾക്കായിട്ട് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട്, നാട്ടിലേക്ക് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ആക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റു ജില്ലകളിൽ ഇത് ഇത്രത്തോളം ഫേമസ് ആണോ എന്നൊന്നും അറിയില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ആക്കി വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് 3-4 മണിക്കൂറൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ലേഹ്യമാണ് ഈ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയുടെ വിശേഷത്തിലേക്ക് പോകാം. ആയുർവേദ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിയ മരുന്നുകൂട്ടിലെ ഐറ്റംസ് എല്ലാം മില്ലിൽ കൊണ്ടുപോയിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ് നമ്മൾ ഈ വട്ടളത്തിലേക്ക് ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടാക്കിയ വെള്ളമാണ്, ചൂടാക്കി ആറ്റിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം, ഒരുമിച്ച് ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായി മിക്സ് ആവണം. ഈ ഒരു രൂപത്തിലേക്കാണ് ആയിട്ട് വരേണ്ടത്. അത്ര ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ച് ലൂസാണ്. നന്നായി തീ കത്തുന്നുണ്ട്. നമ്മളിതിൽ വിറകാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് കത്തിച്ച് കൊടുക്കുകയും വേണം. ആദ്യം മുതൽ അവസാനം വരെ നന്നായി തീ ഉണ്ടാവുകയും വേണം. നമ്മൾ ഈ ആക്കുന്ന ആയുർവേദ കൂട്ടിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1 by 1 ആയിട്ട് കൊടുക്കുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാം. കൂടാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് കൃത്യമായിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്നത് സവാള, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവേന്ന്. അടുത്തതായി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഇട്ടതിന് ശേഷം നമ്മുടെ ആയുർവേദ കൂട്ട് കുറച്ചുകൂടെ തിക്കായി വരുന്നുണ്ട്. തീയും നന്നായി കത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇളക്കുന്നത് യാതൊരു കാരണവശാലും നമ്മൾ ഈ വട്ടളത്തിൻ്റെ അടിവശത്ത് പറ്റിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആവാൻ പാടില്ല. കൃത്യമായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കൽക്കണ്ടാണ് നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോയത്. തേങ്ങാപ്പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇത് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ ബ്രോ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത് നല്ല തിക്കായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ തിക്കായി വരുന്ന സാഹചര്യത്തിലാണ് ഇളക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളത്. കാരണം ഇതിന്റെ അടിയിൽ ഒരിക്കലും പിടിക്കാൻ പാടില്ലല്ലോ. നല്ല നാടൻ പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പരമാവധി നാടൻ പശു നെയ്യൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ആയുർവേദ കൂട്ട് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാലാണ് ഏറ്റവും ഹെൽത്തിന് ഗുണമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റേറ്റ് കുറവുള്ള സാധനം നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. നമ്മളിനി ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നത്, അതായത് ബ്ലാക്ക് കളറിലുള്ള സീഡുള്ള മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഗുണമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആയുർവേദ കൂട്ടിൽ ഈ മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയും എന്തൊക്കെയാണ് ഐറ്റംസ് ഇട്ട് കൊടുത്തതെന്നുള്ളതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. ഇനി കൂവപ്പൊടിയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. നാടുകളിലൊക്കെ നമ്മൾ കൂവ കണ്ടിട്ടുണ്ടാവും. അത് പൊടിച്ചത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ, ഈ മരുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. നമ്മൾ ഈ കുറുക്ക് മരുന്ന് അല്ലെങ്കിൽ വേവ് മരുന്ന് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നത്, ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്നും
ഇത് പാചകം ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസും പ്രധാന ഘടകമാണ്. നമ്മളിത് വായിച്ചു നോക്കിയിട്ടോ മറ്റോ ചെയ്ത് നോക്കിയാൽ വേണ്ടത്ര എഫക്റ്റീവ് ആവണം എന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാൻ പോയെന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇതിന്റെ ഒരു പരുവം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ലോണം തിക്കായിട്ടുണ്ട്. ഏകദേശം ആയി. സ്മെല്ലാണെങ്കിൽ അപാര സ്മെല്ലാണ്. നമുക്ക് എത്ര ദൂരം നിന്നാൽ പോലും ഇതിന്റെ സ്മെല്ല് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഏകദേശം 2.5 മണിക്കൂറിന്റെ ശ്രമത്തിനൊടുവിൽ വിറകടുപ്പിലാണ് കത്തിച്ചിരിക്കുന്നത്. നമ്മളെ വലിയ വട്ടലത്തിലാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.5 മണിക്കൂറോളം ആവശ്യമായി വന്നു. അതിനുശേഷം എല്ലാം കറക്റ്റ് പരുവത്തിലായതിനു ശേഷമാണ് നമ്മൾ വിറകടുപ്പിൽ നിന്ന് മാറ്റി വെച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിറകടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷവും അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ആ പാത്രത്തിന്റെ ചൂടിൽ അത് കട്ടയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അടുക്കി പിടിക്കാതെ കട്ടയാവാതെ കുറച്ച് സമയം കൂടി ഇത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ കുറുക്കു മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ പരുവം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവേന്നേ, എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണല്ലോ. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. നല്ല ചൂടോടെ കഴിക്കുമ്പോ ഒരു പ്രത്യേക രുചിയുണ്ട്. സൂപ്പർ സൂപ്പർ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ വർഷവും ആക്കുന്നതിനേക്കാൾ ഇവരുണ്ടല്ലോ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറെ ആളുകൾക്ക് ഇതുപോലെ കൊടുക്കുന്നതും കൂടിയാണ്. ഇത്തവണ കർക്കിടക മാസമായതുകൊണ്ട് ഒരു കുറച്ച് നേരത്തെ തന്നെ ഇവര് സ്റ്റഡി ആക്കി. മഴയും ഇതെല്ലാം കാലാവസ്ഥയല്ലേ, പ്രതികൂല സാഹചര്യമാണ് ഉണ്ടായത്. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു ഏരിയ കിട്ടിയതുകൊണ്ട് നമുക്ക് മഴ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റി. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഇത്തരം പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ബൈ.